ഗ്രാമങ്ങളെ അടുത്തറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ലേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇൻഡോറിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അജന്ത കേവ്സിലോട്ട് എത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ വഴി കണ്ട ഒരു കാഴ്ചയാണ്, ഇങ്ങനെ ഷെയറിങ് ഓട്ടോ ഒക്കെ പോലെ ജീപ്പിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. അപ്പം പ്രൈവറ്റ് യാത്രാ സൗകര്യം ആയിരിക്കാം ഇതാ. ആൾക്കാർ സാധനങ്ങൾ ഇറക്കുന്നു കയറ്റുന്നു അങ്ങനെയൊക്കെ നമ്മൾ വഴിയിൽ കണ്ടതാണ്. അപ്പോൾ ഒരു 12 മണിയാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോഴേ ഇവിടുന്ന് കഴിക്കാൻ ഇറങ്ങി. ദാല് ഭിണ്ടി ഇത് മാത്രമായിരുന്നു അന്നത്തെ അവിടുത്തെ ആഹാരം. വഴിയിലിതാ സ്ത്രീകളൊക്കെ ഇപ്പോഴും അവരുടെ ട്രഡീഷണൽ രീതിയിൽ സാരി ഉടുത്തിരിക്കുന്നുണ്ട്. ഇത് മഹാരാഷ്ട്രയായേ. അപ്പോൾ വഴിയിൽ ഏട്ടനെന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ സിഗ്നലുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു 1.5 മണിക്കൂർ നിർത്തി. അപ്പോൾ ഞാനവിടെ അവരുടെ കൃഷി സ്ഥലത്ത് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി തിന്നതാണ്. വീഡിയോ ഒന്നും എടുത്തില്ല, കാര്യം ആൾക്കാർ അതിനെ എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയാത്തതുകൊണ്ട്. ഞാൻ അവിടെ എല്ലാം പോയി കണ്ടിട്ട് നമ്മളവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇനി അടുത്തത് നമ്മളൊരു യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത ഒരു വില്ലേജിലോട്ട് കയറി പോവുകയാണ്. ഞാൻ ഈ വില്ലേജിനെ പറ്റി ആദ്യം കാണുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് സാറിൻ്റെ ഒരു FB പോസ്റ്റിൽ കൂടെയാണ്. ഇന്ത്യയിൽ ഇങ്ങനെയൊരു ഗ്രാമം ഉണ്ടെന്ന് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു കാഴ്ചയാണ്. കണ്ടുകൊണ്ടിരിക്കണേ നിങ്ങളും. റോഡിലൊക്കെ അത്തപ്പൂ പോലെ നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചകൾ 2 സ്കൂള് കണ്ടു ആദ്യം. പിന്നെ ഇങ്ങനെ നിറച്ച് ചാണകം 2 സൈഡിലും ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ വീടുകൾ. അത് കഴിയുമ്പോൾ ഒരു ചെറിയ ഫോറസ്റ്റ് ഏരിയ, നിറച്ച് തേക്കാ വഴിയിലെല്ലാം കാണുന്നത്. പിന്നീട് വീണ്ടും ഒരു ചെറിയ വില്ലേജ് വരും, ഒരു സെറ്റിൽമെൻറ്റ് പോലെ. അവിടുത്തെ വീടുകളുടെയൊക്കെ ഒരു പ്രത്യേകത കണ്ടോ, എല്ലാ വീട്ടിലും ഉണ്ട് പശു, അതുപോലെ തന്നെ ആട്. തുണികൾ വിരിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളിലും കണ്ട ഒരു കാഴ്ചയാണ്. ഇങ്ങനെ 2 മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കമ്പ് വെച്ചിട്ട്, മരക്കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ നമ്മളിപ്പോൾ കണ്ടത് ഒരു ബാർബർ ഷോപ്പായിരുന്നു. ഇങ്ങനെ അത്രയേ ഉള്ളൂ അവിടെ കാര്യങ്ങൾ. ഈ വീടുകളൊക്കെ കണ്ടോ, എല്ലാ വീടിൻ്റെ മുമ്പിലും അതുപോലെ കയറ് കെട്ടിയ കട്ടിൽ കാണാം. പിന്നീട് വീണ്ടും ഒരു ചെറിയ പാലം പോലെ വരും. ഇവിടെ ഒത്തിരി കനാലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇതിപ്പോൾ ഉണങ്ങിക്കിടക്കുന്ന ആ ഒരു സമയം. അത് കഴിയുമ്പോൾ അടുത്ത വില്ലേജാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ ട്രാക്ടർ എല്ലാ വീടിൻ്റെ മുമ്പിലും കാണാം. കൃഷി ഇവരുടെ പ്രധാനമാണ്. ട്യൂബ്വെൽ, അതുപോലെ ട്യൂബ്വെല്ലിൽ രാവിലെ ഞങ്ങൾ ആ ഒരു ഉച്ച സമയമായിരുന്നല്ലോ, തുണികൾ നനയ്ക്കുന്നു, വെള്ളം പിടിക്കുന്നു. ഒരു ബ്ലൂ ഡ്രം എല്ലാ വീടിൻ്റെ മുമ്പിലും കാണാം. എല്ലാ വീടിൻ്റെയും മുമ്പിൽ വെള്ളം നിറച്ചിടുന്നതായിരിക്കുക. അങ്ങനെ അടുത്ത വില്ലേജ്. ഇങ്ങനെ ഒരു വില്ലേജ് കഴിയുക, ഒരു പാലം, ഒരു കനാലിൻ്റെ ആയിരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത വില്ലേജ്. പിന്നെ ചെറിയൊരു കാട് പോലെ ഒരു ഫോറസ്റ്റ് ഏരിയ. കാരണം വീടൊക്കെ കണ്ടോ, ഇത്രയേ ഉള്ളൂ. യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞാലും പോരാ, യാതൊരു ഡെവലപ്മെൻറ്റില്ല, കടയില്ല, ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ അവിടുത്തെ അങ്ങനത്തെയുള്ള സംവിധാനങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ. ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ ഒരു വില്ലേജൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? എല്ലാ വീട്ടിലും ബൈക്കും ഉണ്ട്, അതുപോലെ കേട്ടോ എല്ലാ വീടിൻ്റെ മുമ്പിലും ഉണ്ട് ഇത്രയും സംവിധാനങ്ങൾ. നമ്മൾ ആ കണ്ട കാളവണ്ടി എല്ലാം ഉണ്ട്. അടുത്ത ഗ്രാമത്തിലോട്ട് നമ്മൾ കയറുകയാണ്. സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പക്കാ ട്രഡീഷണൽ ഡ്രസ്സിൽ റോഡിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നുണ്ടോ, മൺകലങ്ങളിൽ ആൾക്കാർ വെള്ളം കുടിക്കുന്നു. അതുപോലെ ഇത് നോക്കിയേ, ആൾക്കാർ കൂടിയിരുന്ന്, ബൈക്ക് പ്രധാനം, കൂടിയിരുന്ന് വർത്തമാനം പറയുന്ന ഒരു ഏരിയ. ഒരു ചെറിയ കട, നമ്മുടെ മാടക്കട എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊക്കെ പോലും ഇതിൽ എന്ത് വലുതാണെന്നറിയോ. സന്തോഷ് സാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടത്. സാർ ഒരു ടാക്സിയിൽ വരുന്നു, ഡ്രൈവറെ കൂട്ടിയിട്ട് ഇവിടുത്തെ ഗ്രാമത്തലവനെ കാണുന്നു. ആൾക്ക് ഇവിടെയൊക്കെ കണക്ഷനുള്ള ആളാണ്. ആ ആളെ കൂട്ടിയിട്ട് ഇവിടുത്തെ ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നു. അപ്പോൾ സാർ പറയുന്നുണ്ട്, നമുക്ക് അതിശയം തോന്നും ഇന്ത്യയിൽ ഇന്നും ഇങ്ങനത്തെ ഗ്രാമങ്ങളുണ്ടോ എന്നുള്ള ഇത് കാണുമ്പോൾ. സത്യം, നിങ്ങൾക്ക് എക്സ്പ്ലോറിങ് ഇഷ്ടമുള്ള ഒരാൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ആ സാറിൻ്റെ ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന കാഴ്ചയിൽ കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടോ. गांव आहे वाहने सावकाश चालवा. എനിക്ക് മറാഠി ഒന്നും അറിയില്ല കേട്ടോ, ഏട്ടൻ അത് വായിച്ചതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഗ്രാമത്തിലോട്ട് കയറിയതാണ്. ഈ ഗ്രാമത്തിലെ വീടിന് കുറച്ചുകൂടെ പ്രത്യേകത ഉണ്ട്, ഇഷ്ടിക വെച്ച വീടുകളാണ്. അപ്പം നമ്മൾ ഓരോ ഗ്രാമത്തിൽ കയറുമ്പോഴും ഓരോ ഗ്രാമത്തിലെ വീടുകൾക്ക് ഓരോരോ പ്രത്യേകതയാണ്. അതിൻ്റെ മേൽക്കൂര നിങ്ങളും കണ്ടതല്ലേ, പുല്ല് ഇങ്ങനെ മേഞ്ഞത്, ഇങ്ങനെ പല പല തരത്തിലുള്ള. ഇത് ഇച്ചിരി കൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു വില്ലേജാണ് കേട്ടോ. അതായത് ഇവിടെ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് നമ്മൾ കാണാൻ പറ്റും. ചെറിയ ചെറിയ കടകൾ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, ചെറിയൊരു മാർക്കറ്റ്. അപ്പം നമ്മളിതാ വീണ്ടും അടുത്ത വില്ലേജിലോട്ട് കയറാൻ പോകും. അതിൻ്റെ ഒരു സൈൻ ബോർഡാണ്. स्पीड दे ही अति मतलब स्पीड
മൺസൂൺ സമയത്ത് ഇതുവഴി നല്ല ഭംഗിയായിരിക്കും യാത്ര. ഇപ്പോൾ വെള്ളമൊന്നും അധികമൊന്നും ഇവിടെ കാണാനില്ലായിരുന്നു. ഫെബ്രുവരി മാസമായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ഗ്രാമത്തിലെത്തി. ഇപ്പം നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ആ ഒരു ഗ്രാമം കുറച്ച് മോഡേണായിട്ട് തോന്നിയെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു രീതി, ട്രാക്ടർ, ഡ്രം, ബ്ലൂ ഡ്രം എല്ലാ വീട്ടിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ കാഴ്ചകളും അതുപോലെ തന്നെ മേൽക്കൂര പുല്ല് മേഞ്ഞത്, ഈ വീടുകളുടെ ഭിത്തികൾ ഇങ്ങനെ പുല്ലുകൾ അടുക്കി ഇങ്ങനെ നെടുക്കെ കമ്പ് വെച്ച് അങ്ങനെ ഉണ്ടാക്കിയതൊക്കെയായിരുന്നു. നമ്മൾ ജസ്റ്റ് വഴിയൊന്ന് മാറി അടുത്ത ഗ്രാമത്തിലോട്ട് കയറി. വെയിറ്റിംഗ് ഷെഡാണ് കഴിഞ്ഞത് കേട്ടോ. അടുത്തടുത്ത വീടുകൾ. ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന യാത്രാമാർഗ്ഗം ഇന്നും കാളവണ്ടി തന്നെയാണ്. ബസ്സൊന്നും നമ്മൾ ഇതുവരെ കണ്ടില്ല, ഓട്ടോ ഇതൊന്നും കണ്ടില്ല. വെയിറ്റിംഗ് ഷെഡ് കണ്ടോ? ബസ്സില്ല, ഇതുവരെ കണ്ടില്ല. ഇനിയും കാളവണ്ടിയാണോ എന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടാണോ എന്നറിയില്ല. വീണ്ടും നമ്മൾ കാട് കയറുക കേട്ടോ. ഒരു ചെറിയ കനാൽ, ഒരു പാലം കയറി, അത് കഴിഞ്ഞൊരു ചെക്ക് പോസ്റ്റ് ആണോ എന്ന് തോന്നി, അല്ലായിരുന്നത് പോലീസ് സ്റ്റേഷൻ. നമ്മൾ കാട് കയറുക വീണ്ടും. ग्रामीण पुलिस स्टेशन ഫോറസ്റ്റ് ഏരിയ ആകുമ്പോഴത്തേക്ക് നിറയെ തേക്കാണ്. അതിലൊക്കെ ഇങ്ങനെ കളറ് പരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇതായിരിക്കും. ഇത് വെയിറ്റ് ചെയ്തായിരിക്കും അവിടെ ആൾക്കാർ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു വീണ്ടും നമ്മളൊരു ഗ്രാമത്തിലെത്തി. ഇതാ തുണി കഴുകുന്ന കണ്ടോ, പൈപ്പിൻ്റെ ചോട്ടിലിരുന്ന്. അതുപോലെ ബെഞ്ചിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. വീടുകൾ ആദ്യത്തെ അവസ്ഥയിൽ തന്നെ നല്ലപോലെ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട് കേട്ടോ. എല്ലാ വീടിൻ്റെ മുമ്പിലും പശു, ആട്, അതുപോലെ തന്നെ കടകളൊക്കെ കണ്ടോ. ഇത്രയേ ഉള്ളൂ. ട്രാക്ടർ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം. അവിടുന്ന് വരുന്നു ഫൈനലി നമ്മളൊരു ബസ് വരുന്ന കേട്ടു കേട്ടോ. ഗ്രാമത്തിലെ ആ ബസ്സിൻ്റെ അവസ്ഥയെന്ന് നോക്കിക്കേ. വീടിൻ്റെ പുറത്ത് തന്നെ ഇവർ ആഹാരം പാചകം ചെയ്യുന്നതും ആഹാരം കഴിക്കുന്നതും ഒക്കെ നമുക്കത് കാണാം കേട്ടോ. അതാ നമുക്ക് ഓരോ വീടിൻ്റെ മുമ്പിലും കാണാം. പക്ഷേ ഒരു വീട്ടിൽ കയറി ചെന്നാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. പക്ഷേ അറിയില്ല, ഇവർ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒന്നാമത് മറാഠിയൊന്നും പറയാൻ അറിയില്ല, എന്താവും അവസ്ഥ എന്നതാ. ഇത് നോക്കിക്കേ, ഓരോ വീട്ടിലും നമുക്കത് കാണാൻ കിട്ടുന്ന കാഴ്ച. ഇതെല്ലാം കഴിഞ്ഞ് ഒരു മനസ്സിന് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ, എന്താ പറയുന്നത്, ഒരു കാഴ്ച ഞാനിവിടെ കണ്ടു. സൈഡിൽ കാണുന്നത് സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂൾ. അവിടുന്ന് കുട്ടികൾ ഹാൻഡ് പമ്പ് വെള്ളം കുടിക്കാൻ റോഡിൽ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നിരിക്കുക. ഇങ്ങനെ ഒരു കാഴ്ച നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് കാണുമ്പോഴാണ് വിചാരിക്കുന്നത്, ഇപ്പോഴും ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളുണ്ടോ നമ്മുടെ ഇന്ത്യയിൽ? എന്നാൽ ഉണ്ട്. ഗ്രാമത്തിൻ്റെ പേരെനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ, എവിടെയാണെന്ന് ഞാൻ പറയാം. കാളകളുടെയൊക്കെ കൊമ്പിൽ ഇങ്ങനെ പല കളറ് പുരട്ടിയിരിക്കുന്നത്. അപ്പം ഞാനും ഏട്ടനൂടെ കണ്ടുപിടിച്ചതാണ്. ചിലപ്പോൾ ഇത് കാളകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടിച്ചിരിക്കുമായിരിക്കും. ഒക്കെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയോട് അടുക്കുവാണ്. നിങ്ങൾ ബോറടിക്കല, ഇനിയും ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പബ്ലിക് ടോയ്ലറ്റ് ഇവിടെയുണ്ട്, എത്തുകയാണ്. അപ്പം ഒരു സിറ്റി എന്നല്ല, അവരുടെ ഒരു ടൗണിലോട്ട് കയറാനുള്ള ഒരു ഇത് കാണിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് പണി കിട്ടി കേട്ടോ. റോഡ് പണിയായിപ്പോയി. കുറേ ഒരു 1.5 മണിക്കൂർ നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ വേറൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. നമ്മുടെ നൈറ്റി കൾച്ചർ ഇവിടെ ഇല്ല കേട്ടോ. നമ്മുടെ പിന്നെ ഒഫീഷ്യൽ ഡ്രസ്സായിട്ട് മാറിയിരിക്കുമല്ലേ നൈറ്റി. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ സ്കൂട്ടർ ഓടിച്ച് വരെ നൈറ്റി ഇട്ട് പോകുന്ന ആൾക്കാരെ കണ്ടു. ഞാനൊരു നൈറ്റി വിരോധി കേട്ടോ. ഇനി പൊങ്കാലയിടല്ലേ. രാത്രിയിൽ ഉപയോഗിക്കുമോ അതോ ഓക്കെ, പക്ഷേ ഇത് യാത്ര ചെയ്യാൻ വരെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നു. ആ കൾച്ചർ ഇവിടെ കണ്ടില്ല കേട്ടോ. ആടുകളെ മേയ്ക്കുന്നു. അപ്പം നമ്മൾ ഇവരുടെ ഒരു ടൗണിലോട്ട് പ്രവേശിക്കുവാണെന്ന് തോന്നുന്നു. അത് കണ്ടോ, സൈഡിൽ കണ്ട ആ ബ്ലൂ ബോക്സ് പോലെ, അതായത് ബൈക്കിൻ്റെയൊക്കെ പഞ്ചറും ഒക്കെ ഒട്ടിക്കാനുള്ള സംവിധാനം കേട്ടോ. ഇവിടെയും പബ്ലിക് ടോയ്ലറ്റ്. ട്രാക്ടറിലൊക്കെ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ആ ഒരു ഇത് കണ്ടു. മുമ്പേ പെയിൻ്റ് അടിച്ച കാളകളെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെയുണ്ട്. എല്ലാവരും ഇവിടുത്തെ എന്തെങ്കിലും ആചാരമോ എന്തെങ്കിലും ആയിരിക്കാം, അറിയില്ല. ഇത് കണ്ടോ, ഇതൊരു ബാങ്കിൻ്റെ അവസ്ഥ കണ്ടോ. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കില്ലേ, ബാങ്കാണത്. വീണ്ടും പബ്ലിക് ടോയ്ലറ്റ്. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കിട്ടുന്നുണ്ട്. ബ്ലൂ ഡ്രം. അയ്യോ, ഇത് ശരിക്കും പറഞ്ഞാൽ പേടിയായിപ്പോയി കേട്ടോ. ഇത് നമുക്ക് ഈ റൂട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണിച്ചു തരുന്നതിൽ കൂടെ അല്ലേ നമ്മൾ പോകുന്നത്. ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ റോഡിലോട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ വഴിയൊന്നുമില്ല. ഈ വീടുകളുടെ ഇടയ്ക്കൂടെ
നമ്മൾ കയറിപ്പോകുന്നത്. അപ്പം ഭാഗ്യത്തിന് നമ്മുടെ മുമ്പിൽ വേറൊരു വാഹനവും കൂടെ ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ നമ്മളെപ്പോലെ ഇങ്ങനെ തേടിയെത്തിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. എന്തായാലും യാത്ര ഭയങ്കര ത്രില്ലിങ്, എന്താ പറയുന്നത്, എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞത് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ആ കഴിഞ്ഞു പോയതൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടെ മോഡേൺ ആ ഒരു ഇത് വീടുകളൊക്കെ മതിലും ഗേറ്റും 2 നിലയും ഒക്കെ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങി. സമാധാനം. ഇടയ്ക്കൊക്കെ പേടിയായിപ്പോയി. വൈകിട്ട് നമ്മുടെ ഇടയ്ക്ക് വഴിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി. കണ്ടോ, ഇത് കണ്ടോ, റോഡൊന്നും അല്ല, ഈ വീടുകളൊക്കെ ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടൊക്കെ ഇങ്ങനെ നമ്മളെന്താ പറയുന്നത്, വീടുകളുടെ ഇടയ്ക്കൂടൊക്കെ കയറിപ്പോകുന്ന വഴി എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം വീടുകളും എല്ലാം ഇങ്ങനെ കടകൾ ഇതെല്ലാം നമ്മൾക്കിങ്ങനെ റോഡിലോട്ട് നിൽക്കുകയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഇവിടെയും കണ്ടോ, കൃഷിക്ക് പാടത്ത് പോയ സ്ത്രീകൾ അവരുടെ രീതിക്ക് സാരിയൊക്കെ ഇടുന്നത്. ഞാൻ പറഞ്ഞ നൈറ്റി കൾച്ചർ ഇല്ല എന്നുള്ളത്. വാഴത്തോട്ടമാണ് കണ്ടത് കേട്ടോ, വാഴത്തോട്ടം. അയ്യോ, ഇതാ പെട്ടുപോയി. പിന്നെ ചെല്ലുമ്പോൾ വഴിയൊന്നുമില്ല. നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ കയറണമെങ്കിൽ കാണുന്നതാണ്. പിന്നെ കുറേയേറെ വാഹനങ്ങളുണ്ടായിരുന്നു. ഭാഗ്യത്തിന് രാത്രിയൊന്നും ആയില്ല. അതാ നമ്മളന്ന് 12 മണിക്ക് തന്നെ ആഹാരം കഴിച്ചതൊക്കെ അതാണ്. നമുക്കിവിടെ ക്രോസ് ചെയ്യണം. കാര്യം ഇങ്ങനെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. വഴിയിൽ പലയിടത്തും ആടുകളെ കണ്ടെങ്കിലും നമ്മളിപ്പോഴാണ് ചെമ്മരിയാടുകളെ കാണുന്നത് കേട്ടോ. വഴിയിൽ ഏതായാലും നമ്മുടെ മാപ്പ് കാണിക്കുന്നത് നമ്മൾ മെയിൻ റോഡിൽ കയറാനായി. മനസ്സിനൊരു സമാധാനം കിട്ടിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ ഫൈനലി റോഡിൽ കയറി. നമുക്ക് മാനും മനുഷ്യരും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഒക്കെയുള്ള സ്ഥലത്തെത്തി എന്നൊരു ശരിക്കും പറഞ്ഞ ഒരു സമാധാനം കിട്ടിയ നിമിഷമായിരുന്നു. ഇപ്പോഴാ ഇന്നത്തെ ദിവസം ഒരു പെട്രോൾ പമ്പ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാൽ ഇറങ്ങുന്നത്. ബൈക്കിലൊക്കെ എത്ര പേരാ യാത്ര ചെയ്യുന്നത്. ഈ നാട്ടിലെ ആൾക്കാർക്ക് ഹെൽമെറ്റ് എന്താണെന്നൊന്നും അറിയില്ലായിരിക്കും. ഫൈനലി നമ്മൾ അജന്ത കേവ്സിൻ്റെ സൈൻ ബോർഡ് കണ്ടു. അങ്ങനെ നമ്മുടെ താമസ സ്ഥലത്തെത്തി. പെട്ടി എടുക്കണേ, സ്വെറ്ററിൻ്റെ ആവശ്യമില്ലല്ലോ. കേവ്സിനടുത്തുള്ള സ്റ്റേ ഒന്നും നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഡ്രൈവറാണ് കയറി പോകുന്നത്. നമ്മൾ താമസിച്ചതിൽ ഏറ്റവും മോശം താമസവും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നത്. പഴയതാന്നേ ഉള്ളൂ. കേവ്സിൻ്റെ പാർക്കിംഗ് നമുക്ക് ഇവിടുന്ന് കാണാം. നോർമലി എല്ലാവരും ഔറംഗാബാദ് വന്നിട്ട് അവിടുന്ന് കേവ്സിലോട്ടാണ് വരുന്നത്. ഒരു 100 കിലോമീറ്റർ സംതിങ് അവിടെ നിന്നുള്ളത്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഔറംഗാബാദിൽ ചെന്നിട്ട് പോകുന്നത് എളുപ്പമായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തത്. ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് നമുക്ക് കിട്ടിയത് ഭയങ്കര എന്നും ഓർത്തിരിക്കാൻ രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ 24 ന്യൂസും ജോലിയൊക്കെ നടക്കുന്നു. ചന്ദ്രനെയൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇന്ന് വന്നു, ഒരു കുളിയൊക്കെ പാസ്സാക്കി. നല്ല തലവേദന അതൊക്കെ കഴിഞ്ഞ് ഇന്ന് അങ്ങനെ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നമ്മൾ ഗ്രാമത്തിലെ കുറേ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ ആയിരുന്നു കണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നാളെ എന്ന് പറയുന്നത് നമ്മൾ കേട്ട് ബുക്കുകളിലൊക്കെ പഠിച്ചിട്ടുള്ള മാത്രമുള്ള അജന്ത കേവ്സിലോട്ടാണ് നമ്മൾ നാളെ പോകുന്നത്. 5 കിലോമീറ്ററല്ലേ ഉള്ളൂ ഇവിടുന്ന്. രാവിലെ 9 മണിക്ക് അവിടെ തുറക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടുന്ന് ബസ് പിടിച്ചു. അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ പോകണം. അപ്പം ആ കാഴ്ചകൾ കാണാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും പുതുമയുള്ള കാഴ്ചകളുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.